ഹലോ ആൻഡ് വെൽക്കം ടു ബിൻസീസ് ഹോം മെയ്ഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് ഏകദേശം നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുക. എന്നാലും ഇതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ അരിപ്പൊടിക്ക് പകരം അല്ലെങ്കിൽ പത്തിരിപ്പൊടിക്ക് പകരമായിട്ട് ഇവിടെ റവ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുക. മാത്രമല്ല ഒരു ദിവസം കഴിഞ്ഞാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഒട്ടും തന്നെ കുറയില്ല. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള റവ പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് 250 ml കപ്പിൽ മെഷർ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ മെഷർമെൻറ്റ് കപ്പ് ഇല്ലെങ്കിൽ സാധാരണ ഒരു ഗ്ലാസ് വെച്ച് അളന്നെടുത്താലും മതി. അപ്പോൾ റവ ഞാൻ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ ചെറിയ തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എങ്കിലും മാക്സിമം നല്ലപോലെ പൊടിച്ചെടുക്കാനായിട്ട് നോക്കുക. ഇനി റവ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് 1.25 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. റവ അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 1.25 കപ്പ് വെള്ളമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാനും നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നെയ്യെല്ലാം വെള്ളത്തിൽ നല്ലപോലെ ചേർന്ന് വന്നിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്തിട്ട് ഉടനെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ട പിടിച്ച് പോവും. അതുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 3 മുതൽ 5 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. നമ്മൾ 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതൽ വെള്ളം ചേർക്കും വേണ്ട, കുറവ് വെള്ളവും ചേർക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് 5 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷവും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് നനവ് കൂടുതലുള്ള പോലെ തോന്നും. പക്ഷേ നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ അതിലേക്ക് 1 കപ്പ് മൈദയും കൂടി ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ആ മൈദയും കൂടി ചേർത്ത് കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നനവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ 1.25 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ടായാലും ഉണ്ടാക്കി നോക്കാട്ടോ, ഇതുപോലെ തന്നെ. അപ്പോൾ റവ ഇതുപോലെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. റവ വേകുന്നതിനനുസരിച്ച് ഇതിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ടു പോരുന്ന ഈ ഒരു പരുവത്തിലായി കിട്ടും. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി റവ നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരുപാട് ചൂടാറുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. അതിന് മുന്നേ തന്നെ നമ്മൾ ഇതിലേക്ക് മൈദ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കണം. എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ റവ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലാം കൂടി ഒരുമിച്ച് ചേർക്കാതെ ഇതേപോലെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് 1/2 കപ്പ് മൈദ മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് അത് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം പിന്നീട് 1/2 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈദ ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ടപ്പൊടി ഉപയോഗിച്ചിട്ടായാലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് സെക്ഷനിൽ എന്നെ ഒന്ന് അറിയിച്ചോളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന മറ്റുള്ളവർക്കും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പോൾ റവയും മൈദയും കൂടി ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പത്തിരി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കാനായിട്ട് നമ്മൾ കുറച്ചധികം മൈദ ഇട്ട് കൊടുക്കേണ്ടി വരും. കാരണം ഇതിന് ചെറിയ നനവ് പോലെ ഉള്ളതുകൊണ്ട് ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചധികം മൈദ ഇട്ടിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. പിന്നെ നമ്മൾ പത്തിരി എങ്ങനെയാണോ പരത്തിയെടുക്കുന്നത് അതേ കനത്തിൽ തന്നെയാണ് ഇതും പരത്തിയെടുക്കേണ്ടത്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പേ പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഞാൻ ആദ്യത്തെ റവ പത്തിരിക്കുള്ളത് നല്ലപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു മൂടിയോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് പരത്തിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരുപാട് നേരം പുറത്തൊന്നും വെക്കേണ്ട. പരത്തിയിട്ട് നേരെ ഡയറക്റ്റായിട്ട് ചുട്ടെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ലെവലിലാക്കി വെച്ചാൽ മതി. ഇത് നമ്മൾ മുൻപ് പത്തിരി ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഓരോ 30 സെക്കൻഡ് കഴിയുമ്പോഴും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പത്തിരിയിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പത്തിരി നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല വെള്ള കളറിലായിരിക്കും. പക്ഷേ നമ്മൾ റവ കൊണ്ട് ഇതുപോലൊരു പത്തിരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണാറുള്ള പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ബ്രൗൺ കളറിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ പത്തിരിയുടെ പോലെ തന്നെ നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് നല്ലപോലെ വീർത്ത് പൊങ്ങി വരും കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത് പത്തിരിയേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ്നെസ് കൂടുതലാണ് ഇതിന്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ റവ പത്തിരി ഇതുപോലെ കണ്ടില്ലേ, നന്നായി വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം.
അങ്ങനെ നമ്മുടെ റവ പത്തിരി എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മളെടുത്തിരുന്ന 1 കപ്പ് റവയും 1 കപ്പ് മൈദയുടെയും അളവ് വെച്ചിട്ട് ഇതുപോലത്തെ സൈസിലാണെന്നുണ്ടെങ്കിൽ ഒരു 10 മുതൽ 15 എണ്ണം വരെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തന്നെ ഈ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റവ പത്തിരി ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് നമ്മൾ ഇതിന് മുമ്പായിട്ട് പലപ്പോഴായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.